ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സഹോദരന്മാരെ, ബ്രദറൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലയോ? വേറെ ഏതൊരു ഭാഷയിലുണ്ടോ? ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞേ 1:12. I want you to know, brothers, that what has happened to me. ഇതിലെ ഓക്കേ, പ്രൈസ് ദി ലോർഡ്. ചില വേർഷനിൽ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, ബ്രദറിന് എവിടെ കാണുമോ അതിനകത്ത് എന്തുണ്ട്? സഹോദരിമാരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ടീമില് 18 സ്ത്രീകളും 22 ഹല്ലേലൂയ പുരുഷന്മാരുമായിരുന്നുണ്ടായിരുന്നു. റോമാലേഖനം അവസാനത്തെ വായിച്ചാൽ അറിയാം എത്ര പേർക്കാണ് ഗ്രീറ്റിംഗ്സ് അങ്ങോട്ട് വിടുന്നത്, അല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേര് പറയാത്ത രൂഫസിന്റെ അമ്മയായ എന്റെ അമ്മ ലുദിയ എവിടെയുണ്ട്. അനേക സ്ത്രീകളെ കുറിച്ച്, പ്രിസ്കില്ലയെ കുറിച്ചൊക്കെ പറയാൻ 1000 നാവുകളാണ്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും കർത്താവിന്റെ പേര് ആ 1-ാമത്തെ നൂറ്റാണ്ടിൽ തികച്ച് 2-ാമത്തെ നൂറ്റാണ്ടിൽ ആവാതെ ചെന്നെങ്കില് ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ 22-ാമത്തെ നൂറ്റാണ്ടിൽ കാണാതെ പോകും. ഹല്ലേലൂയ. അതിനുള്ളിൽ നമ്മൾ വേല ജയിക്കണം. പറഞ്ഞിരിക്കുന്നതറിയാമോ? പ്രൈസ് ദി ലോർഡ്. സഹോദരീ സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്ക് ഭവിച്ചത്, whatever is happened in my life, I made it for the furtherance of the gospel of Jesus Christ. സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. നമുക്ക് അഭിവൃദ്ധി എല്ലാവർക്കും അറിയാലോ, അഭിവൃദ്ധി ഇല്ലയോ? നമ്മളെല്ലാവരും അഭിവൃദ്ധിയെ കുറിച്ച് കേൾക്കുന്നില്ലയോ? ഇന്നത്തെ സുവിശേഷ ഗോളം അല്ലെങ്കിൽ സുവിശേഷ ഗോളം എന്ത് പറയട്ടെ, മേഖലയോ മണ്ഡലമോ എന്തോ ആകട്ടെ, അതെല്ലാം ഇന്ന് അഭിവൃദ്ധിയുടെ സുവിശേഷം. 800 പിന്നെന്തുകൊണ്ട് റോയ്സ് കൊണ്ട് പോകാവുന്ന പറയും. 800 കൊണ്ടുപോവാ, ഇവിടെ ഇട്ടേച്ച് പിന്നെന്താ ചെയ്യണം? റോൾസ് റോയ്സ്. മനസ്സിലെന്തോ അഹങ്കാരം ഇല്ലയോ? 3.5 കോടി 4 കോടിയുടെ വണ്ടി, 20,000 രൂപ കിട്ടാത്ത 800. എന്നിട്ട് എന്തോ ഒരു അഭിവൃദ്ധിയാ പറയുന്നത്. അഭിവൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷമില്ല, പക്ഷേ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ഉണ്ട്. ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് ഫോർ ദ ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ. തമിഴിലെ സുവിശേഷം പ്രബലപ്പെടുമ്പടി, ഹല്ലേലൂയ, സുവിശേഷം പ്രബലപ്പെടട്ടെ, സുവിശേഷം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, സുവിശേഷം ഹല്ലേലൂയ ഫാർ ആൻഡ് നിയർ പോകട്ടെ. ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ഉണ്ടല്ലോ കുറച്ച് പേരെ ഉണ്ടെന്ന് കണ്ടിട്ട് ഒന്നും ദൈവത്തിന് പ്രശ്നമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ഒരു പറഞ്ഞായിരുന്നു, ഇന്നലെ അതൊന്ന് പറയാൻ, കർത്താവിന് 2 പേരോ 3 പേരോ അല്ലേ കൂടി വരുന്നിടത്തൊക്കെ ആര് വരും? കർത്താവ് വരും. അവിടെ 4 പേര് വന്നില്ല, ഞാൻ പോകുന്നില്ല, പോയി സിംഗിളും കണ്ടോണ്ട് കുത്തിയിരിക്കും, ആളും പേരൊന്നും ഇല്ല പോലും. കർത്താവിന് എത്ര പേര് വേണം വെച്ചാ? 2 അല്ലെ 3 അല്ലയോ? 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയാമോ? ഭർത്താവും ഭാര്യയും ഉണ്ടായിരിക്കും. 2 പേരെ, അവരെ ആണും പെണ്ണുമായിട്ട് ആദ്യം സൃഷ്ടിച്ചത്, അല്ലയോ? ഒരാളെ കുറച്ച് കഴിഞ്ഞാണെങ്കിലും 2 പേരെയും തുല്യമായിട്ടാകട്ടെ. അവർ 2 പേരും കുഞ്ഞോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോടോ എന്തെങ്കിലും കർത്താവ്, ഇനി ഒരു വിശ്വാസി വന്നില്ലെങ്കിൽ 2 പേര് ഒരുമിച്ചാൽ 2 പേരെ ഐക്യവയ്ക്കപ്പെട്ട് ഭൂമിയിൽ എന്ത് പിതാപുത്രൻ മഹത്വപ്പെടേണ്ടതിന് യാചിച്ചാലും അത് തരുന്നില്ലയോ? അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇവിടെ 300 പേരൊന്നും വേണ്ട. കർത്താവ് പറയുന്ന ഈ മെഗാസഭ ഇന്നത്തെ അഭിവൃദ്ധിയുടെ ഒരു ചാനലാണ്. എന്താണെന്നറിയാമോ? എന്റെ സഭയിൽ 3000 ഉണ്ട്, 2000 ഉണ്ട്, 5000 ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ 100-ല് ഒരാളെ മിസ് ചെയ്ത ഇടയിൽ നല്ലതുപോലെ മനസ്സിലാവും. 3030 പോയാലും മനസ്സിലാവത്തില്ലെന്നേ. 20 ലക്ഷം അറ്റൻഡ് ചെയ്യുമ്പോലും എനിക്കറിയത്തില്ല. അങ്ങനെ എണ്ണം നോക്കരുതെന്നാ കർത്താവ് അന്നുണ്ട് അവരോട് പറഞ്ഞത്. മനുഷ്യൻ എന്തോ ചെയ്യരുത്? എണ്ണം നോക്കരുത്. നിങ്ങൾ ജനത്തെ എണ്ണരുത്. എന്നുവെച്ചാൽ എനിക്ക് അത്രയോ ഉണ്ടെന്നുള്ള ഒരു ഡംബം ഉണ്ടാകാനിടയായിത്തീരും. ഹാലലി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഹാലലി എന്ന് പറഞ്ഞതിലെ ആത്മാക്കളുടെ ഒരുക്കം മതി. ജനത്തിന്റെ ഒരുക്കമല്ല, ആത്മാക്കളുടെ ഒരുക്കം.
നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണം. വിഷാദിച്ചുള്ളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കരുത്. നിന്നെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കരമാണ് ഉള്ളത്. എനിക്ക് വലിയൊരു പ്രശ്നമല്ല ഉള്ളത്, എനിക്കത് പരിഹരിക്കാൻ വലിയൊരു ദൈവമുള്ളതാണ്. എന്റെ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമല്ല, എന്റെ ഹാലലിയ പ്രതികൂലം എന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന വലിയ കഷ്ടതയൊന്നുമല്ല. പക്ഷെ ഈ കഷ്ടതയുടെ നടുവിൽ നാലായാമതിൽ കടലിലെങ്കിൽ കടലില്, കരയിലെങ്കിൽ കരയില്, മലയിലെങ്കിൽ അവിടെ, മരുഭൂമിയിലെങ്കിൽ അവിടെ പറന്നിറങ്ങുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൂത സഞ്ജീവമായിട്ട് അവൻ ഇറങ്ങി വരും. അവിടെ നീ ഭയപ്പെടരുത്, നീ ഭ്രമിച്ചു നോക്കരുത്. ദൈവം എനിക്ക് ഭാവിച്ചത് എന്തൊക്കെയാ ഭാവിച്ചത്? താഴ്ദാസന് എന്തൊക്കെയാ ഭാവിച്ചത്? കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള, ഇപ്പോഴത്തെ വരുവാനുള്ളത്, ഉയരം, ആഴം, ജീവൻ, മരണം, അല്ലെ? സഹോദരന്മാരാളുള്ള ആപത്ത്, സഹോദരങ്ങളാളുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, എല്ലാ ആപത്തും ഇത്രയും സഹിച്ചപ്പോഴും ഗോസ്പലാ പ്രീച്ച് ചെയ്യുന്നത്. സുവിശേഷത്തിന്റെ ഫർദറൻസ് ആ ഉദ്ദേശം. കഷ്ടതയിലൂടെ പോയപ്പോഴും സുവിശേഷം പ്രബലപ്പെടണം. ചങ്ങല ഇട്ടുകൊണ്ട് അന്ന് കൈ കൊട്ടാൻ പറ്റത്തില്ല, ആമത്തിലെ കയ്യിൽ കാലിട്ടേക്കുക. അന്നേരം ചങ്ങലയുടെ താളത്തിൽ അല്ലയോ അവര് പാടി ദൈവത്തെ സ്തുതിച്ചു. പൗലോസും ശീലാസും അവര് പാടി സ്തുതിക്കുമ്പോഴാണ് ചങ്ങലയുടെ താളം മാത്രമേ ഉള്ളൂ. തടവുകാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരാഗ്രഹ പ്രമാണി DGP നല്ല ഉറക്കം. അടിസ്ഥാന വേളയിൽ സംഗതി എല്ലാം താഴെ വീണപ്പോൾ ഏത് വെച്ച് താളം വെച്ച് ആരാധിച്ചോ എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണപ്പോൾ അടുത്ത രാത്രിയിൽ ആ മെക്കഡോനിയ പുരുഷൻ വെളിപ്പെട്ടു വന്നു. നിങ്ങൾ ആസിയയിൽ ഇനി പോവണ്ട, യൂറോപ്പിലേക്ക് പോകാൻ പറഞ്ഞ മെക്കഡോനിയ വിളി അല്ലയോ? മെക്കഡോനിയ, മാസിഡോണിയൻ കോൾ. ഹല്ലേലൂയ. അവൻ വിളിച്ചും ചോദിച്ചല്ലേ, സെൻഡലൈറ്റ്. പിന്നെ ചോദിച്ചു, യജമാനന്മാരെ, എന്ന് വെച്ചാൽ തമിഴ് പറഞ്ഞ ആണ്ടവന്മാരെന്ന, ആണ്ടവരെ, ആണ്ടവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവമാണ്. അതാ ദൈവത്തിന് പകരം സ്ഥാനാർത്ഥികളായി നമ്മൾ ജയിക്കണം. ഏത് കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവൻ നമുക്ക് വലിയവനാണ്. ഉന്നതനും മേൽ വലിയൊരു അത്യുന്നതൻ ജാതി അവൻ കാര്യങ്ങളെ നമുക്ക് ഹാലലിയ നിവർത്തിച്ചു തരും. ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ഹാലലിയ. എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എന്തൊക്കെയാ കാരണം നമുക്ക് നോക്കണ്ടേ? നോക്കണോ? അതൊന്നും നിർത്തട്ടോ? എന്നോട് 12:30 വരെ എടുക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു 1 മണി വരെ വേണേലും എടുത്തോ, ഇതിന് രണ്ടിലും ഇടയിൽ 12:45 ഞാൻ നിർത്തി തരാം. മതിയല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, നമുക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. എങ്ങനെയാണ് പൗലോസ് ഈ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കൊണ്ടുവന്നത് എന്നവിടെ പറയുന്നുണ്ട്. വായിച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. 3 കാര്യങ്ങളാണ്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനയാല് ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കേണ്ടുന്നത്, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടുന്നത്, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന ഇന്ന് വെറും ചടങ്ങായി മാറുകയാണ്. അതല്ല വേണ്ടത്. നിങ്ങളുടെ പ്രാർത്ഥനയാല് എനിക്ക് ഭവിക്കുന്നതൊക്കെയും ദൈവജനത്തിന്റെ സഭയുടെ പ്രാർത്ഥന മൂലം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. ഞാൻ എന്റെ തീസീസ് എടുത്തിരിക്കുന്നത് തന്നെയാണ്. And that gospel of prosperity in the Old Testament and in the New Testament. Hallelujah. നമ്മുടെ പ്രസംഗങ്ങളെല്ലാം പ്രോസ്പെരിറ്റി ആയി അല്ലേ? ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുള്ളത് നിശ്ചയമാണ്. അത് ഒരാൾ പറഞ്ഞൊന്നും തരണ്ട. പക്ഷെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി കണ്ണുനീരൊഴുക്കി മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാൻ, ആശ്ചര്യത്ത് വേരൂന്നുവാൻ, ഒരിക്കലും നിലവാടാത്തതും എപ്പോഴും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷമായി ദൈവം നമ്മളെ നട്ടിരിക്കുക. പ്ലാന്റഡ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ. തന്നെ വിളിച്ചു വന്നതല്ല. തമ്പുരാൻ പോയി വനാന്തരത്തിൽ നിന്ന്, അല്ലെ മരുഭൂമിയിൽ നിന്ന് അതിനെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തത്. ലോകത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലൂടെ, സ്നാനത്തിലൂടെ, അപ്പം നുറുക്കിലൂടെ, പ്രാർത്ഥനയിലൂടെ, അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലേക്കും ഉപദേശത്തിലേക്കും
പ്രാർത്ഥന കഴിച്ചു ഒരുപാട് ഈ ജീവജല നദിക്കരയിൽ നമ്മളെ നട്ടതാ. നമ്മളത് എപ്പോഴും മനസ്സിലാക്കണം. കാട്ടൊലിവായിരുന്ന നമ്മളെ അല്ലയോ, കാട്ടുമുന്തിരിയായിരുന്ന നമ്മളെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ആ മഹാകരുണയാണ്. വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ അവൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം കൂടെ പറയാം. 1986 ഞാൻ വീണ്ടും സെമിനാരിയിലെ ഗൂഡല്ലൂർ പഠിക്കാൻ പോകും. പിന്നീട് അത് കോയമ്പത്തൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ലങ്സിൽ എന്താണെന്ന് അറിയാമോ, ട്യൂബർക്ലോസിസ്. അറിഞ്ഞിരുന്നില്ല. എൻ്റെ കൂടെ ഞങ്ങളന്ന് ചെറിയ 3 ബെഡ്റൂമുള്ള ഒരു വാടക വീട്ടിൽ 40 പിള്ളേരാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ ഷിഫ്റ്റ് വെച്ച് പോലും ഓർമ്മയായിരുന്നു. അപ്പം ഇങ്ങനെ കിടന്നപ്പോൾ സ്റ്റീഫൻ മാങ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ദാസന് പെട്ടെന്ന് പുള്ളി വോമിറ്റ് ചെയ്തു, ബ്ലഡ് വോമിറ്റ് ചെയ്തു. പിന്നെ പുള്ളി ബർമേനായതുകൊണ്ട് ഫ്ലൈറ്റ് കയറ്റി വിടാൻ പറ്റില്ല, പാസ്പോർട്ട് ഇല്ലാതായപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് മണിക്കൂർ വഴി. അപ്പം വളരെ ഭാഗപ്പെട്ടു. കുറേ 10-15 ദിവസത്തോടെ എൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് അദ്ദേഹം കുടിക്കുന്ന പാൽ എനിക്ക് തരും, അദ്ദേഹം കഴിക്കുന്ന ബ്രെഡിൻ്റെ പീസ് എനിക്ക് തരും. അന്നൊക്കെ ഇച്ചിരി പാലും ഒക്കെ ബ്രെഡും ഒക്കെ കിട്ടിയാൽ വലിയ സന്തോഷമാണ്. അതൊന്നും ഇല്ല. അപ്പോൾ കോളേജിലുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് രസവും കാബേജും, നാളെ കാബേജും രസം, ഇത്രയുള്ളൂ. മെനു അങ്ങനെ. അപ്പം അത് കഴിച്ച് ഉപ്പാട് വന്നിരിക്കുമ്പോഴാണ് ഇയാൾ ഇച്ചിരി പാലായിരുന്നു, അതിൽ കുടിച്ചതിൻ്റെ ബാക്കിയാണ്. അവർ സ്നേഹം അല്ല. 10-38 വയസ്സുണ്ടായിരുന്നു. അന്ന് എനിക്ക് 17-18 വയസ്സുള്ളൂ. ആ നല്ല മനുഷ്യന് 5 പെൺകുഞ്ഞുങ്ങൾ ആളുകൾ. പുള്ളി വലിയ സന്തോഷമാണ്. ഈ ബർമയിൽ പെൺകുഞ്ഞുങ്ങൾക്ക് ആണുങ്ങൾ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കും. എന്നുവെച്ചാൽ പോത്ത് ഒരു 4 പോത്തിനും കൊടുക്കണം, പിന്നെ ഒരു 10-11 ബ്ലാങ്കറ്റ് കൊടുക്കണം, പിന്നെ കൈമണിയായിട്ട് ഒരു 5000 രൂപയും കിട്ടണം. നമ്മൾ വിട്ടുപോയിരുന്നില്ല. അങ്ങനെ പക്ഷെ അവിടെ അങ്ങനെ അവർക്ക് 5 പെൺപിള്ളേരെ വന്നപ്പോൾ എനിക്ക് വലിയ വാരായിരുന്നു. കർത്താവ്, എനിക്ക് 3 പെൺമാരേ ഉള്ളൂ, ഒന്നിനെ പോലെ അയക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. എങ്ങനെയായി 5 പിള്ളേർ? എടാ സജി, അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. വി ആർ ലക്കി ടു ഹാവ് ഗേൾസ്, ഡോട്ടേഴ്സ്. അപ്പം പുള്ളിയെ പിന്നെ എങ്ങനെയോ ആസാം ഗോവയ്ക്ക് വരെ എങ്ങാണ്ട് എന്ത് ചെയ്തു, ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട് പ്രസിഡന്റ് അങ്ങ് വിട്ടു. പുള്ളി അവിടെ പോയി മരിച്ചു. ഞാൻ ജീവനോടുണ്ട്. ഞാൻ ചുമയ്ക്കാൻ തുടങ്ങി, ഞാൻ കവന്തു പോകാൻ തുടങ്ങി. പിന്നെ ബ്ലഡ് കാണാൻ എന്നെ ഗുണ്ടൽപേട്ട എന്നുള്ള ഒരു TB ഹോസ്പിറ്റലാണ്. അന്ന് TB പലയിടത്തും ഉണ്ട്, ഇന്നത്തെ പോലെയല്ല. അപ്പം എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഉപ്പാപ്പനുണ്ടാവും. ഉപ്പാപ്പനാണ് പെട്ടെന്ന് വൈഫിനെ അനിയത്തിയുടെ വിവാഹത്തിന് നാട്ടിൽ പോയിരുന്നു, അനിയത്തിയുടെ ഇന്ത്യയുടെ. അപ്പം ഞാൻ എവിടെയാണ് TB ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ജനറൽ വാർഡിൽ. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാ ആളുകൾ അവിടെ ഇവിടെയൊക്കെ തുപ്പി നമ്മൾ നടന്നു പോയാൽ കഫത്തെ ചവിട്ടി തെന്നി വീഴും. അതുപോലെ വൃത്തിയില്ലാത്ത ഞാൻ പെട്ടെന്ന് എൻ്റെ കട്ടിലേൽ കീഴ് നോക്കുമ്പോൾ എൻ്റെ ഉപ്പാപ്പൻ തന്നെ പറയും ഫ്രൂട്ട്സ് ഒക്കെ ഒരാൾ ഇരുന്നും കഴിക്കുക, അയാൾ കുത്തിയിരുന്ന് കഴിക്കുന്നു. അപ്പോൾ അയാളില്ല ചെയ്തു പോകുന്നതിനെ കണ്ടല്ലേ എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹം കഴിച്ച് വെച്ച് 11:30 ആയപ്പോൾ, രാത്രി 11:30 ആയപ്പോൾ ഒരു വെള്ളം മുട്ടി നേഴ്സുമാർ കൊണ്ടാണ് ബോധിപ്പിച്ചു. അദ്ദേഹം ചത്തെന്ന് പറയാൻ സോറി, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ആ പിശാച് എന്നോട് പറയുകയാണെ, നീയാണ് അടുത്തത്, ഈ പഴം തിന്നവനെ നീ കൊന്നെങ്കിൽ ഈ പഴത്തിന്റെ ഉടമയും ഞാൻ കൊല്ലു എന്നും പറഞ്ഞ് എന്തുവാ ഭയം കൊണ്ടുവരുക. ഒരു കറുത്ത മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് നീ ചാവൂ, അടുത്ത നിന്നെ വെള്ളം പതപ്പിക്കും. ഞാൻ ഇറങ്ങി ഊട്ടിയിടും. രാത്രി തന്നെ എങ്ങനെയൊക്കെ മതിയാടി കയറി വന്ന് തൂക്കമുക്കരാവിനെ ചികിത്സ ചെയ്തൊക്കെ അറിയാതെ ഞാൻ പറയാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് സ്റ്റീഫനെ ദൈവം എടുത്തു. അദ്ദേഹം എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചായിരുന്നു. അദ്ദേഹത്തെ ഇംഗ്ലീഷ് പാട്ട്, എൻ്റെ തീമാണത്, എൻ്റെ ജീവിതത്തിൻ്റെ തീമാണ്. എന്താ അറിയാമോ? Living below in this so sinful world, hardly a comfort can afford, striving alone to face temptation's zone. Where could I go but to the Lord? Where could I go? Where could I go? Seeking a refuge for my soul, needing a friend to help me in the end. Where could I go but to the Lord? അടുത്തൊരു സ്റ്റാൻസ് ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പാടില്ല. എന്നാലും ആ ഒരു വരി ഞാൻ പറയാം. Life here is grand, with friends I love so dear, comfort I get from God's own word, yet when I face the chilling hand of death, where could I go but to the Lord? ആ പാവപ്പെട്ടവൻ എന്നെ പഠിപ്പിച്ചതാണ്. അത് ഞാൻ ഇന്ന് എൻ്റെ തീരി ഞാൻ പാടിക്കൊണ്ടേ നടക്കും. എല്ലാവരും കൈവിട്ടാലും ആ മരണം വരുന്നെന്ന് തോന്നിയാലും മരണത്തിന്റെ തണുത്ത കരങ്ങൾ എന്നെ പിടിക്കാൻ വരുമ്പോൾ മരണം എന്ന് പറയാതെ അതാണ് മരണം.
കാരണം നമ്മള് ICC കിടന്നാലും ICC അല്ലല്ലോ ICC നിങ്ങൾക്കറിയാമോ? കൊണ്ട് 1 ലക്ഷം രൂപ ഇട്ടിട്ട് ICIC അതാണ് ICIC. ഞാൻ അങ്ങനെ പറഞ്ഞു 1 ലക്ഷം രൂപ കൊണ്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് എന്താ ഒരു ബില്ല് എന്തെങ്കിലും കിട്ടുമല്ലോ, ഒരു ചെല്ല നോക്കിട്ട് ICIC എന്താ അല്ലേ 1 ലക്ഷത്തിന്റെ പൗണ്ട് ഇട്ടിട്ട് പിന്നെ അടുത്ത മാസം മോളയച്ച 2 ലക്ഷം അങ്ങനെ ICIC കണ്ടോണ്ട് പോകുന്ന അല്ലാതെ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. അല്ല കിട്ടുന്നത് ചക്കയാണ് ചക്കക്കുരുവാണ് ചക്കക്കുരു, കപ്പ ഉഴുങ്ങിയാണ് കപ്പ ഉഴുകിയതല്ലയോ, കഞ്ഞിയും പേരുവാണ് അത് കാന്താരിയാണ് അങ്ങനെയൊക്കെ തിന്നാ വളരെ. അതുകൊണ്ട് ഇപ്പൊ കുഴിമന്തി ഒന്നും എനിക്ക് എല്ലാ ചിലര് കുഴിമന്തി കഴിക്കുമ്പോൾ കുറച്ച് നല്ലതാണ് പോയി കഴിയാണ്. ഒരു കോഴിയെ ചുമ്മാ മുഴുകി തിന്നേച്ച് കുഴിമന്തിയാണോ എനിക്ക് ഞാൻ പറയാൻ വന്നത്. എനിക്കത് യോജിക്കുന്നില്ല. ആ കാന്താരി പച്ചവളം ഒക്കെ എനിക്ക് യോജിക്കുള്ളൂ. എന്നാണ് കർത്താവ് പറയുന്നത്, ആ മരണത്തിന്റെ കരങ്ങൾ നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ എടുത്ത ഞാനാണ് കൊണ്ടുപോകുന്നത്, മരണമല്ല ഉയർത്തെഴുന്നേൽപ്പും ജീവനുമാണ് എന്നെ കൊണ്ടുപോകുന്നത്. Praise the Lord. Hallelujah. മരണമെന്ന് പറയും come let's go. നമുക്ക് പോകാം. പിന്നെ ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കാൻ മരണം അനുവദിക്കുകയല്ല, കർത്താവ് അനുവദിക്കുകയല്ല. അതാണ് ഞാൻ പപ്പയുടെ ഹല്ലേലൂയ ജീവാവസാനം ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ തക്ക സമയത്ത് കറ്റ അടുക്കി അല്ലയോ, അങ്ങനെ ബാക്കിയില്ലയോ? യോബിന്റെ പുസ്തകം 5-ാം അധ്യായം, യോബിന്റെ പുസ്തകം 5-ാം അധ്യായം കിട്ടിയോ? 5-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. തക്ക സമയത്ത് വേലക്കാരി ചുരുക്കമാ, കൊയ്ത്ത് വളരെയുണ്ട്. നീ കൊയ്തെടുത്ത മണികളെല്ലാം കൂടെ അല്ലാതെ കെട്ടിയല്ലേ എന്നാ പറയുന്നത്, കറ്റ കിട്ടുമല്ലയോ? കറ്റയുടെ നെല്ലുകൊണ്ട് തന്നെ കെട്ടി എന്ത് ചെയ്യും? എടുത്ത കറ്റ കൂമ്പാരം പാണ്ഡകശാലയിൽ അടുക്കി വെക്കുന്നത് പോലെ. കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി തീർന്നില്ലയോ? പിന്നെ വിത്ത് തിരഞ്ഞെടുക്കാണ്, പിന്നെ ധാന്യവും തിരഞ്ഞെടുക്കുകയാണ്. ഉള്ളതിൽ മെച്ചം എടുത്ത് വിത്തൂലിയായിട്ട് വെക്കും അല്ലയോ? ബാക്കി നമ്മൾ എന്ത് ചെയ്യും? പുഴുങ്ങി കഴിയും. ഞാൻ പറയാൻ വന്നതിന്റെ കാരണം തക്ക സമയത്ത് നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കറ്റ അടുക്കി വെക്കുന്നത് പോലെ കല്ലറയിൽ കടക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് അത് പൂർണ്ണ വാർദ്ധക്യം വരെ പോകട്ടെ. പിതാക്കന്മാർ പോയതുപോലെ പോകട്ടെ. എനിക്കൊന്ന് ചത്താവാ മതി, ഇന്നൊന്ന് മരിച്ചാ മതി, നീ പോയി ജീവിയില്ലപ്പാ പിന്നെ മരിക്കുന്നതായിരുന്നു ചിന്തിക്കുക അല്ലയോ? അങ്ങനെയല്ലോ പലപ്പോഴും നമ്മള് എങ്ങനെയല്ലോ ചത്താ മതി, ഒരു മതി, എങ്ങനെയല്ലോ എന്തിനാ ഇല്ലയോ? നമുക്ക് ചാവാനല്ല വിളിച്ചത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ലാഭകരമാക്കണം. കറ്റ കെട്ടി കൊണ്ടുവന്നിട്ട് കിരീടങ്ങളും സിംഹാസനങ്ങളും അവിടെ കൊണ്ട് വെച്ചേക്കുന്നുണ്ട്, അത് പ്രാപിപ്പാൻ അതാ എനിക്ക് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഞാൻ ജീവിക്കുന്നവന് ക്രിസ്തുവിനായിട്ട് ജീവിക്കും. എന്റെ ജീവിതത്തിൽ ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെങ്കിൽ അത് ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്തോ ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മളെന്തോ പ്രാർത്ഥിക്കുന്നത്? നമ്മളെന്തോ പ്രാർത്ഥിക്കും? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കേട്ടാൽ അവർക്ക് വിശേഷമോ അല്ലയോ? കർത്താവ് അതൊക്കെ തരികയും ചെയ്യുന്നുണ്ട്. റോൾസ് റോയ്സോ അംബാനിയോ ഇങ്ങനെ പാഞ്ഞ് നടക്കുന്നവരില്ലേ വലിയ കാറുകളെ. ചിലപ്പോൾ എൻ്റെ ചെറിയ ബൊമ്മ ഡാഡി വലുതാകും, ഞാൻ ഒരു ഓടി വാങ്ങിത്തരാം. എന്നാ പറയുന്നത്, ഈ 800 ഓടിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇവന്റെ ഓടി ഞാൻ പിടിക്കാതിരിക്കുന്ന അവനൊക്കെ പറയുന്നതാ. എന്ന് വെച്ചാൽ അപ്പനെ ബാക്കിൽ ഇരുത്തി ഇവൻ ഡ്രൈവ് ചെയ്ത് എന്റെ ഭാര്യ ഫ്രണ്ടിൽ ഇരുന്ന് പോകുന്ന ഓടിയുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ ചിന്തിക്കുക. ഇന്നത്തെ പെൺപിള്ളേര് എന്തോ പറയും, അപ്പൊ ബാക്കിലാണെങ്കിൽ ശകലമായ സീറ്റാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ശരിക്കും പറയാം, അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. ആളുകൾ കണ്ടാൽ പോലെ എന്താ പറയും, പാസ്റ്റർ ബാക്ക് ഫ്രണ്ടിൽ ഇരിക്കാമോ അല്ലയോ? എന്നിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ ബൈബിളൊക്കെ ഒന്ന് നോക്കാം, ബാക്കിൽ ഇരുന്നാ കാണത്തില്ലല്ലോ. ഞാൻ ബൈബിൾ ഒന്ന് നോക്കി ഡ്രൈവ് ചെയ്യുന്ന ആള് ചിലപ്പോൾ കണ്ടാലോ അല്ലേ, പുള്ളിയുടെ ശ്രദ്ധ മാറ്റണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ പറയാൻ വന്നെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്ക് ഭവിച്ചതൊക്കെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി മതിയെന്നേ. ചുമ്മാ പാട്ടയും ചെമ്പ് കമ്പികളും കൊടലും ഉരുക്കും ഒരു കണ്ണാടിയൊക്കെ പിടിപ്പിച്ച് തരുന്നതിനായി 3.5 കോടി മേടിക്കുന്നേ അല്ലയോ? അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ? അതൊക്കെ തുരുമിച്ച് പോകത്തില്ലയോ? 10 നാൾ വെയിലത്തൊന്ന് ഇട്ട് നോക്കിക്കേ, 10 നാൾ മഴയൊന്ന് കൊയ്യലിട്ട് ഏത് റോൾസ് റോയ്സാ മങ്ങാത്തത്. പക്ഷെ നമ്മൾ തേജസ്സേറിയ ശുശ്രൂഷ പ്രാപിച്ചവരാണ്.
അക്ഷരത്തിന്റെ വേല, അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നെങ്കിൽ ആത്മാവിന്റെ തേജസ്, ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സേറിയ, അധികം തേജസ്സേറിയ ഒരു പ്രതിഫലത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. എനിക്ക് ഭവിച്ചതൊക്കെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളുടെ എന്ന് പറഞ്ഞില്ല, പറഞ്ഞോ, ഞങ്ങളുടെ ഭാഗത്ത് പ്രാർത്ഥന നടക്കുന്നു, ഞങ്ങളുടെ കണ്ണുനീര് ഒഴുക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ശുശ്രൂഷകന്മാർ തേജസ്സോടെ അധികം തേജസ്സോടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭവിച്ചതൊക്കെ അല്ലേ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. മെക്കദോന്യ വിളി ഞാൻ പറഞ്ഞല്ലോ, മാസിഡോണിയൻ കോൾ. എന്താ ഒരു പുരുഷൻ ഇന്ന് രാത്രിയിൽ എന്തോ വിളിക്കുന്നത്, ഞാൻ വിളിക്കുകയാണ് മാസിഡോണിയ. മെക്കദോനിയക്കാരനാണ്, കണ്ടാലറിയാം, ഗ്രീക്കുകാരുടെ. അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു വന്ന് ഞങ്ങളെ സഹായിക്കണം. വിളി അങ്ങ് പോയി. പൗലോസ് മാത്രമേ ഈ ദർശനം കണ്ടുള്ളൂ, വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല. ടീമിനോട് പറഞ്ഞു നമ്മൾ ഇനി ആസിയയിലേക്ക് പോകുന്നില്ല, ഏഷ്യയിലേക്ക് നമ്മൾ പോകുന്നില്ല, പരിശുദ്ധമാവ് വിലക്കി. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂറോപ്പിൽ പോകണം. യൂറോപ്പിൽ പോയി അവിടെ ചെന്ന് ഇറങ്ങി എല്ലാവരും. അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പം ചിലർക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവരും നോക്കി. ഞാൻ പുഴയൊക്കെ തിങ്ങനെ നമ്മൾ നോക്കി, സിനഗോഗ് വല്ലതും ഉണ്ടോ? യഹൂദന്മാർ ഇഷ്ടംപോലെ അവിടെ ഉള്ളതാണ്. സിനഗോഗൊന്നുമില്ല. പുഴയൊക്കത്തെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സഹോദരിമാരെ കണ്ടു. അവരോട് തീർച്ചയായിട്ടും പറഞ്ഞു, ലുദിയായുടെ ഹൃദയം ആര് തുറന്നു? ദൈവം. പൗലോസിന്റെ വാക്കുകൊണ്ടാണ്. ലുദിയായുടെ ഹൃദയം എന്ത് ചെയ്തു? അപ്പം ടീം പറയും, ഈ പാസ്റ്റർ ഈ പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറയാം, വെല്ലൂര് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വെല്ലൂര് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വലിയൊരു ചർച്ച ഇന്നുണ്ട്. എങ്ങനെയാ ഉണ്ടായെന്നറിയാമോ? അന്ന് 1947 ഹാലലുയ ഒരു പെൺകൊച്ച്, ഒരു നേഴ്സ് കൊച്ച് ഹാലലുയ അവിടെ ഇവിടെയും പോയി പ്രാർത്ഥിക്കാതെ അവളുടെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. ആ റൂമിലേക്ക് അവരുടെ കൂട്ടുകാരികൾ വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ തുടങ്ങി. അവരുടെ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവശക്തനായി. ഇന്ന് വെല്ലൂരെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് CMCയുടെ ചർച്ചല്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചാണ്. മോഹന്റെ അന്തടി വരുന്ന ചർച്ചാണ്. ഒരൊറ്റ പെൺകുട്ടിയാണ് അതിന്റെ കാരണം. മാസിഡോണിയനാണെന്ന് വിളിച്ചെങ്കിലും തുയത്തയില പട്ടണക്കാലത്തെ ആയ അല്ലേ, അവളുടെ ഹൃദയം തമ്പുരാൻ തുറന്നത്. അത് തുറന്നു കഴിഞ്ഞ ഉടനെ എന്തോ സംഭവിച്ചെന്നറിയാമോ? എന്തോ സംഭവിച്ചു? അവളുടെ വീട് അവള് പ്രാർത്ഥനയ്ക്കായിട്ട് തുറന്നു. ഈ വീടൊക്കെ കൊടുത്തതിനൊരു പ്രതിഫലമൊക്കെ ഉണ്ട് കേട്ടോ. ശക്തമായി നിൽക്കണം, കർത്താവിനെ പോലെ നിൽക്കണം. ദൈവം മാനിക്കുക തന്നെ ചെയ്യും, ചെയ്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ പറയുന്നതെന്ന് അറിയാമോ? ദൈവം നമുക്ക് ഹല്ലേലൂയ വളരെ വിലയേറിയവനാണ്, മാന്യനാണ്. അതേപോലെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. വാക്യമല്ലേ, ജാതികളെ നിങ്ങൾക്ക് തരണമെന്നോ, ആത്മാക്കളെ നിങ്ങൾക്ക് തരണമെന്നോ, തെക്കിനോട് തടഞ്ഞു വെക്കണമെന്ന് പറയണമോ, കിഴക്കിനോട് തരിക എന്ന് പറയണമോ? ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് എങ്ങനെയാണ്? വിലയേറിയവനും മാന്യനും. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന പൊസിഷനാണ്. തീയിലൂടെയാ വന്നത്. നമ്മൾ അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ അറിയാമല്ലോ. നിന്നെ ഞാൻ ഭയപ്പെടില്ല, ഞാൻ നിന്നെ വീട്ടിലെടുത്തിരിക്കുന്നു. വാക്യങ്ങൾ അങ്ങോട്ട് 2 വരുമ്പോൾ ഞാന് എന്താ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ നിന്നിലേക്ക് കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഈ പ്രതികൂലങ്ങളുടെ നടുവിലെല്ലാം നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന ചുമ്മാതല്ല, ജനനത്തികളെ തകർത്ത് കളയുവാൻ നോക്കിയ ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് ഉള്ള കയ്യിൽ വാങ്ങിച്ച കർത്താവ് പറയുകയാണ്, നീ തീയിലും വെള്ളത്തിലൂടെ കടന്നുപോയി. വെള്ളം നിന്നെ മുക്കിക്കളഞ്ഞില്ല, നദി നിന്നെ ഒഴുക്കിക്കളഞ്ഞില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ചില്ല. അന്ന് പാടുന്ന പാടുന്നില്ലേ, കൂടി കടന്നാൽ പോകുമോ, പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ? അല്ലേ?
ഇതൊന്നും കഴിഞ്ഞില്ല. പെരുവെള്ളത്തിന് പറ്റിയില്ല, മരണദൂതന് പറ്റിയില്ല, സംഹാരകന് പറ്റിയില്ല. Praise the Lord. കർത്താവ് കൂടെ നിന്നതുകൊണ്ട്, വെള്ളത്തിന്റെ നടുവിൽ ഇറങ്ങിയതുകൊണ്ട്, ചെങ്കടലിനെ പിരിച്ച് ഊവർനിലമാക്കിയതുകൊണ്ട്, യോർദാനെ പിൻവാങ്ങിപ്പിച്ചതുകൊണ്ട്, അഗ്നിജ്വാല നെബൂഖദ്നേസറിന്റെ അഗ്നിജ്വാല ശദ്രക് മേശക് അബേദ്നെഗോവിനെ കരിച്ചു കളയാതെ, ദഹിപ്പിച്ചു കളയാതെ സൂക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? നിന്നെ ഈ ദേശത്ത്, നിന്നെ ഈ സഭയില്, നിന്നെ നിന്റെ ജീവിതത്തിലെ കർത്താവ് വിലയേറിയവനും മാന്യനുമായി ആ വിലയും നിലയും നമ്മൾ കൊണ്ടാകണം. പൗലോസ് എന്ന് പറയുന്നുണ്ട്, ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും let the mind be in you which was also in Christ Jesus. ക്രിസ്തേശുവിലുള്ള ആ മനസ്സ് നമുക്ക് ഉണ്ടാവണം. അവനെല്ലാം എൻഡ് ചെയ്തു, അവനെല്ലാം വേണ്ടാന്ന് വെച്ചു. ദാസരൂപമെടുത്തു, മനുഷ്യന്റെ സാദൃശ്യത്തിലായി, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി, മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. അല്ലയോ? അതാണ് ഭാവം. ആ ഭാവം നമുക്കുണ്ടാകണം. നമുക്ക് അതിനെന്താ വേണ്ടേ? കെനോസിസ് തിയറി എന്ന് പറയും. വിദ്യാലയത്തിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. 2-ാം അധ്യായത്തിൽ അവൻ ദൈവ സ്വരൂപത്തിൽ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് വരണം. ആദമനെ ഹവ്വയും എന്ന ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാ. എന്നാൽ അവർ പാപം ചെയ്ത് പൈശാചിക സാന്നിധ്യം അല്ലെങ്കിൽ പൈശാചിക സാദൃശ്യം എടുത്തപ്പോൾ കർത്താവ് പിശാചിന്റെ സാദൃശ്യമല്ല എടുത്തത്, മനുഷ്യന്റെ സാദൃശ്യത്തിൽ വന്നു. അവൻ ഒന്നുമല്ലാത്തവനായിട്ട് വന്നു. ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തന്നെത്താൻ താഴ്ത്തി. ഈ താഴ്മ, ഹ്യൂമിലിറ്റി ഏറ്റവും വിലപിടിപ്പുള്ള ആയുധമാണ്. ദൈവമക്കളുടെ ഏറ്റവും വിലപിടിപ്പുള്ള ആയുധമാണ് ഹ്യൂമിലിറ്റി, താഴ്മ. എന്താ താഴ്മ? ത്രോയിങ് അവേ ദ ഈഗോ ആൻഡ് പ്രൈഡ് ആൻഡ് കീപ്പിംഗ് ദ മോഡസ്റ്റി ആൻഡ് ഡീസൻസി. ദൈവം നമ്മളെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയാണ്. ആ മാന്യതയ്ക്കൊത്തവണ്ണം, ആ വിലയ്ക്കൊത്തവണ്ണം സംസാരിക്കണം, ആ വിലയ്ക്കൊത്തവണ്ണം ജീവിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ തന്നെ ജീവിക്കണം. എന്നിട്ട് ഹല്ലേലൂയ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയത് നീ ഈ കാലഘട്ടത്തിലൂടെ ഒക്കെ കടന്നുപോയി. പതിറ്റാണ്ടുകൾ നീ കടന്നുപോയി. അവിടെ ഒന്നും നിന്നെ നശിപ്പിച്ചു കളയാതെ ജീവനോടെ പരിപാലിച്ചത് ഞാനാ. നീ എനിക്ക് മാന്യനും വിലയേറിയവനുമാണ്. ഈഗോ എന്ന വാക്കിന്റെ മലയാളം എന്തോ? അഹംഭാവം എന്നാണോ? അല്ലേ? ഭാവത്തിന് വിരുദ്ധമായൊരു ഭാവം. ഭാവിച്ചു വരേണ്ടതിന് മീതെ ഭാവിച്ചു വരിക, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരിക. അതാണ് ഈഗോ. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. പ്രൈഡ് ഓഫ് ദ ലൈഫ്. ലഭിക്കുന്നതൊക്കെയും ജീവിതത്തിൽ ആഡംബരത്തിന് വേണ്ടി പ്രൈഡായിട്ട് നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ ലോകം നിന്നെ സ്തുതിക്കുക. പോയിട്ട് അല്ലേ? നമുക്ക് തന്നെ നന്മ ചെയ്തുകൊണ്ടേ ലോകക്കാരെല്ലാം നമ്മളെ എന്ത് ചെയ്യും? പോയിട്ട് ഓടി വന്നു. പിന്നെ വേറെ എന്താ പറഞ്ഞ വേറെ ബെൻസ് അല്ലയോ, വേറെ സാധനം BMW, പിന്നെ ലംബോർഗിനി. ചെമ്പി പോയ ആളാണ്. ചെമ്പില് വെള്ളപ്പൊക്കം വന്നു പോയ ആള് ലംബോർഗിനിയിലായിരുന്നു കയറി. അല്ലയോ? പൃഥ്വിരാജിന്റെ അമ്മയുടെ കാര്യം ഞാൻ പറയും. ഇവരൊക്കെ എടുക്കുന്ന ഇവരുടെയൊക്കെ വണ്ടി ഇവരെ മേടിച്ച അങ്ങനെയാണ് നമ്മുടെ വല്ലതുണ്ട്. നമുക്ക് ഇന്നും ലോണുണ്ട്, ഇന്നും പ്രയാസങ്ങളുണ്ട്, ഇന്നും കഷ്ടതയുണ്ട്. അതിന്റെ നടുവിലും വിലയും നിലയും കളയാതെ ഇരിക്കുക. കർത്താവിന്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ നീട്ടൂ. കർത്താവിൽ നിന്ന് പ്രാപിച്ചു സൗജന്യമായി പ്രാപിച്ചത് പിന്നെ ഇങ്ങനെ കൊടുക്കുക. ജനത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കൊടുക്കണം. ദൈവത്തിന്റെ മുമ്പാകെ കൈമലർത്തണം. കുറ്റമില്ലായ്മയിൽ കൈമലർത്തണം. നിനക്ക് ഒരു മാന്യതയുണ്ട്. അത് അഹങ്കാരം കൈയടക്കരുത്, ഈഗോ കൈയടക്കരുത്, പ്രോയിക്കരുത്. അതെടുത്ത് കളഞ്ഞിട്ട് മോഡസ്റ്റി, ഡീസൻസി ആയിട്ട് ജീവിക്കും. മാന്യരായി ജീവിക്കുക. വിലയേറിയതായി ജീവിക്കുക. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുണ്ട്. ഈ കൃത്യമായിട്ട് ദൈവം നമ്മളെ ഉയർത്തുവാനായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാവം ക്രിസ്ത്യേശുവിന്റെ ഭാവം തന്നെ ആയിരിക്കണം. അല്ലയോ? എന്റെ ശുശ്രൂഷയില് ഞാൻ തേജസ്സേറിയ ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഈ ജീവനത്തിന്റെ പ്രതാപവും കൺമോഹവും ജഡമോഹവും കൊണ്ട് പറ്റത്തില്ലെന്നേ. അത് പിശാചിന്റെ തൃത്വമാണ്, പിശാചിന്റെ ശക്തിയാണ്. എന്നാൽ ദൈവം നമുക്ക് തരുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം അല്ലേ? ആ തൃത്വത്തിലേക്ക് നമ്മൾ വാ. ആ മൂന്ന് കാര്യത്തിലേക്ക് നമ്മൾ വാ. ഇതിൽ വിലയേറിയത് എന്തുവാണ്? സ്നേഹം തന്നെയാണ്. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്.
സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അപ്പൊ ആ സ്നേഹം ക്ഷമിക്കുന്നു. ഏത് സ്നേഹമാണെന്നറിയാമോ? ഈറോസും സ്ട്രോഗയും ഫീലും അല്ല, അതിനപ്പുറത്തോണ്ട് അഗാപ്പെ. ഹല്ലേലൂയ. ദൈവസ്നേഹം, വിട്ടുകൊടുക്കാൻ മനസ്സ്, താണിരിക്കാൻ മനസ്സ്, കർത്താവിനെ പോലെ ജീവിക്കാൻ മനസ്സ്. ആര് തുപ്പിയാലും തിരിച്ചു തുപ്പാതെ എന്ന് വെച്ചാൽ ആരും നമ്മളെ ചെയ്തോളൂ. നമുക്ക് തെരുവ് അറിയാൻ വയ്യാതിട്ടാണോ? തെറിയ എവിടെയും നമ്മൾ സ്കൂളിൽ പഠിച്ചാണോ? നമ്മുടെ പാഠപുസ്തകത്തിലോ ഡിക്ഷണറിയിലോ വല്ലോ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലോ വല്ലോ ഉണ്ടോ ഈ തെറികള്? പക്ഷെ നമ്മൾ പഠിച്ചില്ലയോ? നമുക്കറിയത്തില്ല തെറി പിടിക്കാൻ. അല്ല, ഇല്ലേ? നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട ഭാവികളാണ്, അവര് രക്ഷിക്കപ്പെടാത്ത ഭാവികൾ. ഇത്ര വ്യത്യാസമുള്ളൂ. We are all saved sinners and they are unsaved sinners. ആ സാൽവേഷനിലേക്ക് അവരെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് അവര് തുപ്പാന്ന് പറഞ്ഞാൽ ചീത്ത വിളിച്ചാലും നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് തുപ്പരുത്, അല്ല ചീത്ത വിളിക്കരുത്. തുപ്പുന്ന ഈ ചീത്ത എന്ന് പറഞ്ഞാൽ തുപ്പുന്ന മുഖത്ത് കാക്കി ചൂട്ടുന്നതിന് പകരമാണ് ഒരു ചീത്ത വിളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? എന്താ പൂവച്ച നമ്മള് ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവും പകരം ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ആ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണം. മോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിയല്ലേ നീ ഇങ്ങനെ വർത്താനം പറയല്ലേ മോളെ, നീ വാ ചായ ഒന്ന് ഇട്ട് തരാം. എന്തിനാ നീ ഇങ്ങനെ വർത്താനം പറഞ്ഞത്? അവളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുണ്ടല്ലോ, തീക്കണൽ അവളുടെ കാലയിൽ ുള്ളതാണ്. അവൻ പകരം ചെയ്യുന്ന ദൈവമാണ്. നീ അനുഗ്രഹം അനുഭവം വിളിക്കപ്പെട്ടിരിക്കയാൽ നീ അനുഗ്രഹിച്ചോ. അത് ഹല്ലേലൂയ. അങ്ങനൊന്നും ദൈവമാർഗം കടക്കാരനല്ല. നിന്നെ വിളിച്ച പൗലോസിനെ കണ്ട്, പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തൊരു വർക്കായിരുന്നല്ലയോ? സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വലിച്ചഴച്ചല്ലേ അടിച്ച് കല്ലെറിഞ്ഞു കൊന്ന് ആദ്യത്തെ രക്തസാക്ഷിയെ കല്ലെറിയുന്നവരുടെ വസ്ത്രമെല്ലാം സൂക്ഷിച്ച് വളരെ സ്റ്റീഫനെ കൊന്നത് തന്നെ വലിയ പ്രൈഡായിട്ട് കൊണ്ടു നടന്ന ഈ മനുഷ്യൻ. പക്ഷെ ഇങ്ങോട്ട് കയറിയപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവനെ കല്ലെറിയാൻ തുടങ്ങി. ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടു. ഇയാൾ അത്രയൊന്നും ചെയ്തില്ല, കൊയ്തു. അന്ന് ചെയ്തതും മൊത്തവും കർത്താവ് എന്ത് ചെയ്തറിയാം? ഇവിടെ വെച്ച് കൊടുത്തെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാതിരിക്കാനാണ്. ഇവിടെ വെച്ച് കൊടുത്ത് തീർത്തേക്കാവുന്നില്ലേ? പ്രൈസലോ. അവിടെ വരുമ്പോ ഇതൊന്നും ഇല്ലല്ലോ. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം കൊടുക്കണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ല ദൈവം നോക്കുന്നത്. രക്ഷയുടെ വീണ്ടെടുപ്പ് പ്രാപിച്ചതിന് ശേഷം ഞാനൊരു ദൈവവേദനാന്ന് കുളത്തിലിറങ്ങി അല്ലെങ്കിൽ ആറ്റിലിറങ്ങി പറയുകയാണ്, ലോകമേ വിടാ, സഭയെ സ്വാഗതം എന്ന് പറഞ്ഞ് സഭയിൽ വളരാനാണ് ദൈവം നമ്മളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാനസാന്തരത്തിന്റെ ഫലം കഴിക്കുവാനായിട്ടാണ്. ദൈവം നമ്മളുടെ വേലയെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത് എന്തുവാ പറഞ്ഞിരിക്കുന്ന അറിയാമോ? ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം. അങ്ങനെ ആദ്യം വായിച്ചിട്ട് ആ ഭാഗം മാത്രം. യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താൽ. യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താൽ. പല ആത്മാക്കളുണ്ട്, ദുരാത്മാക്കളുണ്ട്, ഭൂതങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ലോകം ജഡം പിശാചിനെ കൊണ്ടു നടക്കുന്ന ഫൈനാൻസ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നമ്മളോട് പറ്റത്തില്ല മക്കളെ. കേട്ടോച്ചാ, മാമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? പണം. അരശേക്കൽ വലിയ നമ്മുടെ കർത്താവ് വാങ്ങിച്ചോളൂ വീണ്ടെടുക്കും. പക്ഷെ കർത്താവിന് ഇവനെ വാദിച്ച് പേശി 30 വെള്ളിക്കാശ് മേടിച്ചു, ഇല്ലയോ? യോസേഫിന് 20 കൊടുത്തുള്ള മേടിച്ചോളായി. പക്ഷെ നമ്മുടെ ഒന്ന് വീണ്ടെടുപ്പില്ലായിട്ട് പഴയ നിയമത്തിൽ ഇപ്പോഴല്ല, അരശേക്കൽ വലിയ വാങ്ങിച്ചു. എന്നുവെച്ചാൽ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത 1 വെള്ളിക്കാശാണ് കിട്ടുന്നത്. അപ്പൊ ഇയാൾക്ക് എത്ര ദിവസത്തെ പൈസ കിട്ടിക്കണം? 1 മാസത്തെ, അല്ലയോ? അപ്പൊ 30 വെള്ളിക്കാശ് 1 മാസത്തെ 30 ദിവസം ജോലിക്കാം. പക്ഷെ അതിന് തൊട്ട് തലേന്നുണ്ടല്ലോ ആ മറിയ വെങ്കൽ ഭരണി അവന്റെ നെക്കൊടച്ചെന്നാണ്. വെങ്കൽ ഭരണി തുറന്നല്ല, അതിന്റെ കഴുത്തൊടിച്ച് എന്നിട്ട് നമ്മൾ പൂശാണ്. ആ വീട് മൊത്തം സുഗന്ധവും കൊണ്ട് പറഞ്ഞു. അപ്പം ഈ മണം കണ്ട് ഇവന് മനസ്സിലായി 300 വെള്ളിക്കാശിന്റെ കളയാ. അത് വെറുതെ എന്തിനാ കളഞ്ഞെന്ന് പറഞ്ഞ് എന്തോ പറയുവാ. വടുക്ക് പറയാ, പ്രശ്നമില്ല, വടുക്ക് പറയാം. വടുക്ക് പറഞ്ഞു, എന്തിനാ ഇത് ആവശ്യമില്ല? അദ്ദേഹം പറയും, ഇതെന്റെ അടക്കത്തിന് വേണ്ടി അറിയാമെന്ന് ചോദിച്ചു. നീ എനിക്ക് 30 വാങ്ങിക്കാൻ ഇരിക്കുക, ഇവിടെ 300 ആകുമോ? എന്നിട്ട് വചനം പറയുന്നത് മറിയ തന്നാൽ ആവത് ചെയ്തെന്ന. ആവാത്തൊന്നും ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മളാലാവത് നമ്മൾ ചെയ്യുമ്പോൾ സകലവും നന്നായി ചെയ്ത് അതിന്റെ സമയത്ത് നമ്മളെ നടത്തുന്നുണ്ട് ദൈവം. അത് നമ്മളാലല്ല, ഭർത്താവിനാലല്ല, ഭാര്യയാലല്ല, മക്കളാലല്ല, എല്ലാം നന്നായി ചെയ്യുന്നത് കർത്താവ് മാത്രമേ. എന്നാൽ മറിയ തന്നാൽ ആവത് ചെയ്യും. യേശു
ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ സുഗന്ധം നമ്മൾ വർഷിക്കണം. ഒരു വർഷം മുഴുവൻ ജോലി ചെയ്താല് 300 വെള്ളിക്കാശ് കിട്ടും. ഈ 300 വെള്ളിക്കാശിന്റെ വക ശേഖരിച്ച് പെർഫ്യൂം വാങ്ങിക്കൊടുത്തു. അവർക്ക് മരണത്തിലേക്കുള്ള വാസന, ഞങ്ങൾക്കോ ക്രിസ്തു നിമിത്തം ജീവനിലേക്കുള്ള വാസന. അതൊരു സൗരഭ്യ വാസനയായി കർത്താവിന് പാനീയയാഗമായി ഒഴിക്കുവാൻ തയ്യാറാണ്. അങ്ങനെയായി ക്രിസ്തുവിന്റെ ഭാവന നമ്മളുണ്ടാകേണ്ടത്. ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നമുക്കറിയാമല്ലോ, ക്രൂശിൽ നിന്നും പറഞ്ഞ ആ പാട്ടൊക്കെ പാടുമ്പോൾ പരിശുദ്ധമായ നദിയെ കുറിച്ച് പാടുമ്പോൾ നരയാണോളോ മുട്ടോളോ വരയോളോ അല്ല എന്നെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്, നദിയായി ഇനി എന്നെ നടത്തുന്നത്. ഇതുവരെയും ഞാൻ നദിയിലൂടെ പിടിച്ച് അരയോളം വന്നു. അല്ലെങ്കിൽ പിന്നീട് നീന്തിയിട്ടല്ലാതെ അടക്കാൻ ഒരു വലിയ ഒഴുക്ക് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ എറിഞ്ഞു. 7 നാൾ കഴിഞ്ഞത് വരും. അതിന്റെ തലമുറ വാങ്ങിച്ചോളും. തലമുറകളുടെ അനുഗ്രഹിക്കപ്പെടുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുമാതിരിയായി. ത്യാഗം സഹിച്ചതും എറിഞ്ഞതും ഒന്നും വൃഥാവല്ല ദൈവത്തിന്റെ മക്കളെ. നമ്മൾ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ലല്ലേ? പിള്ളേർ ഇങ്ങോട്ട് ജനിക്കുമ്പോ ഒരു വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിള്ളേർ ജനിച്ചു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ അവരിങ്ങനെയല്ലേ വരുന്നേ? ഇല്ലയോ? ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു മുറിവൊന്നും ഉണ്ടാക്കരുതെന്ന് വിചാരിച്ച അമ്മ എനിക്കറിയത്തില്ല, എന്തായാലും ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കുറച്ചൊക്കെ സമ്പാദിച്ച് ഞാൻ ഒരു കൊച്ചു മുതലാളിയായിട്ട് ഇവിടുന്ന് പോത്തൊന്നും രീതിയില്ല. പക്ഷെ മുതലാളി അടുത്തുണ്ടാകണം, പിന്നെ കൂട്ടിക്കെട്ടി നമ്മൾ എടുക്കണം. അല്ലയോ? ഒന്നിച്ചിരിക്കണം. ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? ആ ബോഡി അവിടെ ആത്മാവ് മൈൻഡൊന്നും ഇല്ല. ആ ബോഡി നമ്മുടെ ബോഡി ഒരു ദിവസം താഴ്ത്താവിന്റെ കാലം കാണിച്ച് നമ്മൾ ഇതുപോലെ പോകുന്നില്ലയോ? അന്ന് ആ പെട്ടിയുടെ പേര് വേറൊരു പെട്ടി ആലയോ? ആ ബോഡിക്ക് ശവത്തല്ലേ പറയുന്നത്. അങ്ങനെ ഒന്നിലാണ് നമ്മൾ ഒരുങ്ങാൻ പോകുന്നത്. അത് ഈ ജനം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ പരിശുദ്ധന്റെ സഹായത്താല് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും നീതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടുന്ന ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടുന്ന നാം എല്ലാവരും ക്രിസ്തുവിന്റെ വെളിപ്പെടേണ്ടി വരും. നമുക്കൊരു പ്രതിഫലമുണ്ട്. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ് കർത്താവിന്റെ വേലയ്ക്ക്. ഞാൻ പലപ്പോഴും മോന്റെ പപ്പ എപ്പോഴും ഉപവാസ പ്രാർത്ഥനയും 40, 21, 7 ഒക്കെ അല്ലേ എപ്പോഴും കാണുമായിരുന്നു. ചർച്ചിൽ എപ്പോഴും പകലെ വലിയ ആരാധനയാണ്. ഇന്നത്തെ കാട്ടിൽ സ്വാതന്ത്ര്യമുള്ള ഇഷ്ടം. ഇപ്പം ഞാൻ നോക്കുമ്പം മോനെ ആദ്യം എങ്ങനെ ഇരിക്കും. അപ്പം ചേട്ടൻ പറയുന്നത് അങ്ങനെ അച്ഛൻ 40 ദിവസത്തെ ഉപവാസമാണ്, 21 ദിവസത്തെ ഉപവാസമാണ്. ഇപ്പോഴും എനിക്ക് ഉപവാസമില്ലയോ? ഞാൻ പറയട്ടെ, ഇത്രയൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും എന്തിനാന്ന് അറിയാമോ? പരിശുദ്ധമാന്റെ സഹായം നിങ്ങൾക്ക് ഓരോരുത്തരും പ്രാപിക്കണം. പരിശുദ്ധമാന്റെ സഹായം മേടിച്ചാൽ മതി. ഈ കുടുംബശ്രീ തന്നില്ലേലും കുഴപ്പമില്ല, നമുക്കൊരു ലോൺ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നീ വിശ്വസ്തനാണെങ്കിൽ, നീ നീതിയുള്ളവനാണെങ്കിൽ, നീ ഒരു ഉത്തമനാണെങ്കിൽ നിന്നെ നടത്തുവാൻ ദൈവത്തിന്റെ കാലം. സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ തന്റെ ഉള്ളങ്കയിൽ കൊള്ളിക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിണാമം ചാടുകൊണ്ട് അളക്കുന്നവൻ, കുന്നിനെയും പർവ്വതങ്ങളെയും തുലാസിൽ തൂത്തുന്ന ആ ദൈവത്തിന്റെ ശക്തമായ കരത്തിലാണ് നീയും ഞാനും. അതുകൊണ്ട് പേടിപ്പാനില്ല. ദൈവത്തിന്റെ കർത്താവേ, ഇന്ന് ദൈവത്തിന്റെ ആ സാന്നിധ്യമല്ല, പരിശുദ്ധമാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധമാവ് ആ വിശേഷ വസ്ത്രം തന്നിരിക്കുന്ന രക്ഷയുടെ വസ്ത്രവും രക്ഷയുടെ സന്തോഷവും രക്ഷയുടെ പാനപാത്രവും. The cup of salvation, the garment of salvation, the joy of salvation. രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു സന്തോഷമുണ്ട്. സ്നേഹ അല്ലെ നമ്മള് ഞാനിവിടെ വന്ന ആദ്യം പേര് വെച്ചില്ല, എല്ലാവരും പേര് വെച്ചു. ഓടി ഒന്ന് പായക്കിരുന്ന് വിശ്വാസം എന്തോ പറയുമെന്നൊക്കെ ഒന്ന് ഒരു ചെറിയ സംഖ്യയോടെ അത് ഇതിൽ നിന്ന് എടുക്കണോ അതോ ഇത് മതിയോ എന്നൊക്കെ ചോദിച്ച് അവർ പേടിയോടൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതിഫലമൊക്കെ കേട്ടോ, ഇതിനൊക്കെ ദൈവം തരും. പക്ഷെ പ്രതിഫലത്തിനായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, നമ്മളെ ഏൽപ്പിച്ച വേലയാണ്. സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി വഴികളുണ്ട്. അപ്പൊ പരിശുദ്ധമാന്റെ സഹായം ഉണ്ടാകണം. പിന്നെ അതിന് മുമ്പേ ഞാൻ പറയുക നിങ്ങളുടെ പ്രാർത്ഥന. ഇനി മൂന്നാമത്തെ കാര്യം വെരി പേഴ്സണലാണ്. വായിച്ചാട്ടെ അടുത്ത വാക്യം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം. അതെനിക്ക് രക്ഷാകാരണമായി തീർന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ.
എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുക. എനിക്ക് എന്നെ വിശ്വസ്തനും വേണ്ടി വേല പറമേൽപ്പിച്ച ദൈവം, ആ ദൈവത്തിന് വേല ചെയ്യുവാൻ എന്നെ തികയ്ക്കുവാൻ ദൈവം സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷയുടെ മേൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമുക്കൊരു ഹോപ്പ് ഉണ്ട്. ലോകം നമ്മളെ ത്യജിച്ചാലും ദൈവത്തിന്റെ മക്കളെ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ടെങ്കിൽ പത്രോസിനെ 3-ാം കാവലിൽ നിന്നും കൊണ്ടുവരാൻ ദൂതന്മാരെ അയക്കും. പ്രാർത്ഥിക്കാത്ത സഭയാണെങ്കിൽ നോമിനൽ വേ മുന്നോട്ട് പോവുകയാണ്, നാമധേയം പോലെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലൊക്കെ സാധാരണമായിട്ടാണ് പോകാം. പക്ഷെ പുറത്തിയായിട്ട് ദി ചർച്ച് ഓഫ് ഗോഡ്, കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് അറിയപ്പെടുവാൻ, അനേകരുടെ കൂടി വരുവാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. എനിക്കൊരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷ, ഷെറിനൊരു പ്രതീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്റെ പ്രത്യാശയാണ്. ആത്മാക്കളെ നേടുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ വലിയ വിഷയങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ 2-3 പേരെ വിളിച്ചെന്ന് തോന്നുന്നു. ആരുമില്ല. ഈ സാധനം നമ്മുടെ ഇരിക്കുക. ഈ സാധനത്തിന് എനിക്ക് ഇന്നൊരു 4 കോൾ വന്നു രാവിലെ. ഒരു 8-10 കോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഇതെല്ലാം എൻ്റെ കോണ്ടാക്റ്റിലാണ്. ഇതിനകത്ത് ഒരു 250-300 പേരെ ബിജു ഭാസ്കർ കൂടുതൽ കാണില്ലയോ, കോണ്ടാക്ട്സ് കാണുമല്ലോ, കാണുന്നില്ലയോ? എനിക്കൊരു 200-250. കല്യാണം വിളിക്കാണെങ്കിൽ ഒരു 500 പേരെ ഞാൻ വിളിക്കും എൻ്റെ കൊച്ചിൻ്റെ കല്യാണം. ഇതിനകത്ത് നിങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇന്ന് വിളിച്ചവരും നിങ്ങൾ വിളിച്ചവരെയും കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാവും. അവർക്ക് വേണ്ടി അങ്ങോട്ടൊന്ന് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്, പിന്നെ മിസ്ഡ് കോൾ അല്ലേ, ഇതൊക്കെ ഒന്ന് നോക്കി ഒന്ന് പ്രാർത്ഥിക്കാറോ പറയുന്നതിന് മുന്നേ. ഈ സിസ്റ്റം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാതല്ലേ. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു ബുധനാഴ്ച വെള്ളിയാഴ്ച പൂർത്തി ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം. മുതൽ സെക്രട്ടറി വരെ. അബ്രഹാം അല്ലേ ആദ്യത്തെ, പിന്നെ സെക്രട്ടറി അല്ലേ ലാസ്റ്റ്. അങ്ങോട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാസ്റ്റർ സെക്രട്ടറി. ഇപ്പൊ സെക്രട്ടറി പേരുകളൊക്കെ കുറവാണ്. പപ്പയുടെ പേര് സെക്രട്ടറി, വലിയപ്പച്ചന്റെ, ഈ അപ്പച്ചന്റെ പേര് ഇസടി കൂടെ ഉണ്ട്. ഏബ്രഹാമാരിലുണ്ട്, ഇവിടെ അഡോണിയുണ്ട്, ഉണ്ട്. ഞാൻ പറയട്ടെ, A-to-Z സംഗതി കിടക്കാം. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും. ഇതുവരെ ഐഡിയ ഉണ്ടായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 250 കുടുംബത്തെ ഒന്ന് കഴിക്കും. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അറിയാം. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ വെള്ളം വിളിച്ചത്, ചുമ്മാ പറയും ഞാൻ പാസ്വേഡ് ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടാണ് ഇരിക്കുവായിരുന്നു. പ്രാർത്ഥിക്കുന്നവരുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ ദൈവം നമ്മളെ നിലനിർത്തണം. പക്ഷെ ചുമ്മാ പ്രാർത്ഥിക്കാമെന്ന് പറയരുത്. നമ്മളെ വിളിച്ച് ഒരു റിക്വസ്റ്റ് പറഞ്ഞെങ്കിൽ, നമ്മളെ കണ്ടൊരു റിക്വസ്റ്റ് പറഞ്ഞെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവം നമ്മൾ പ്രതീക്ഷ വിടുവിക്കപ്പെടണം. അവര് വിടുവിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ പോകുന്നതാണ് എളുപ്പം അതോ നരകത്തിൽ പോകുന്നതാണ് എളുപ്പം? നരകത്തിൽ പോകുന്നതാണ്. എല്ലാവരും സമ്മതിച്ചേ? ഞാൻ സമ്മതിക്കും. സ്വർഗത്തിൽ പോകുന്ന എളുപ്പം. നരകത്തിൽ പോകണമെങ്കിൽ 3 കുപ്പി പൊട്ടിക്കണം ഒരു മാസം. പിന്നെ ടച്ചിങ്സ് കൊണ്ടുവരണം. പിന്നെ അവൻ ചീത്ത വിളിച്ചാൽ ചീത്ത വിളിക്കണം, കള്ളം പറയണം, അവിടെ പോയി അടി മേടിച്ചോണ്ട് വരണം. ഇല്ലയോ? വീട്ടിൽ വന്നും തല്ലു. നമ്മുടെ മാങ്കുട്ടക്കട കഷ്ടപ്പെടുന്നത് എന്തെല്ലാം കേൾക്കണം. ഇല്ലയോ? പിശാച് പറയാം, നീ പോയി അവനെ തള്ളിയിട്ട് പറയാം. നമുക്കൊരു ധൈര്യമൊക്കെ കിട്ടി ഒരു സ്മോളൊക്കെ അടിച്ച് പോയി അവനെ തള്ളിയിട്ട് ഓടി വരും. നമ്മളല്ല, ഞാൻ പറയാൻ നരകത്തിൽ പോകുന്നത്. അപ്പൊ പിശാച് പറയടാ കൂട്ടത്തല്ല പോവാണ്, ഇന്ന് ഉത്സവം അവിടെ പോയി. ഇതിനൊക്കെ പിശാച് പോയില്ലേ? പിശാച് കറിയിക്കത്തില്ലയോ? പിശാച് കറിയിക്കുവോ? അവൻ കള്ളം പറയും, അവൻ മോഷ്ടിന്റെ പിതാവ്, നമ്മളെ കൊണ്ട് കള്ളം പറയിപ്പിക്കത്തില്ലയോ? അപ്പൊ ഏതാ എളുപ്പം? അപ്പൊ നിങ്ങൾ ടേൺ വാ, നിങ്ങൾ ലൈനിൽ വാ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനാണ്. ഇപ്പൊ കള്ളം ഇവിടെ പറഞ്ഞു ഒന്ന്, അപ്പുറത്ത് വേറെ ഒന്നായിട്ട് പറഞ്ഞു, പിന്നെ നമ്മൾ മറന്നുപോയി. ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞിട്ടുണ്ടോ? സത്യം ഒന്നല്ല ഉണ്ടോ? സത്യം ഒന്നേ ഉള്ളൂ, അല്ലയോ? 2+2 4. അതിപ്പരം ഒരു സത്യം ഉണ്ടോ? 3 തെറ്റാ, 44 തെറ്റാ, 454 തെറ്റാ, 1 കോടി 100 കോടി എന്താ ഉണ്ട്? കള്ളങ്ങളുണ്ട്, അല്ലെ തെറ്റുകളുണ്ട്. പക്ഷെ സത്യം ഒന്നല്ല ഉള്ളൂ. ഒരു ഭൂമിയേ ഉള്ളൂ, ഒരു സൂര്യനേ ഉള്ളൂ, ഒരു ചന്ദ്രനേ ഉള്ളൂ, ഒരു പുസ്തകമേ ഉള്ളൂ, ഒരു രക്ഷയേ ഉള്ളൂ, ഒരു ശരീരമേ ഉള്ളൂ. ഇതെല്ലാം ഒരു മാതാവേ ഉള്ളൂ, ഒരു പിതാവേ ഉള്ളൂ, അല്ലേ? ഞാൻ പറയുന്നത് ഇപ്പൊ ഏതാ എളുപ്പം? അപ്പൊ സകരെ ഏതാ എളുപ്പം? സ്വർഗത്തിൽ പോകുന്നതാണോ എളുപ്പം, നരകത്തിൽ പോകുന്നതാണോ എളുപ്പം? രണ്ടും എളുപ്പം. എന്താ
എന്താ പറയാ? ജീവിതം ശരിയല്ല. നമ്മൾ പാടുമല്ലോ, ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ. ഞങ്ങളുടെ പാസ്വേഡ് അപ്പച്ച ഇങ്ങനെ പാടും. ഇനി എന്നാ അപ്പച്ച ശരിയാക്കുന്നേ? ഇന്ന് ശരിയാ. നമ്മുടെ ജീവിതം ശരിയാണെങ്കിൽ ഹാലലിയ, കർത്താവ് ടിക്കിടും അല്ലേ? നമ്മളെ പലയിടത്തും വെട്ടി നമ്മളെ പുറത്താക്കിയപ്പോൾ ടിക്കിട്ടുകൊണ്ട് ഒരുത്തം വരും. എന്റെ പ്രതീക്ഷ, എന്റെ പ്രത്യാശയിലേക്ക് വരും. അതുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത്, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് നല്ല അഭിവൃദ്ധി എന്ന ലിക്വിഡ് ഫയർ ഇപ്പൊ ഇറങ്ങിക്കുക. മറ്റേത് ഫയർ വിങ്സ് ആയിരുന്നു. അവിടെ പുത്തൂരോടുകൂടെ അവരുടെ തീർന്നു. അവർ ഭയങ്കര, പിന്നെ ബിജിയോ സിജിയോ അബ്രാഹാമൊക്കെ അവരൊക്കെ ഇങ്ങനെ ബാംഗ്ലൂരിൽ വരും, ഡൽഹിയിൽ വരും. എന്നിട്ട് ഇപ്പൊ ഫയർ, ലിക്വിഡ് ഫയർ, ലിക്വിഡ് മണി അല്ലയോ? ലിക്വിഡ് മണി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാശിനല്ലയോ, നോട്ടിന് അല്ലയോ? ലിക്വിഡ് എന്ന് വെച്ചാൽ പൈസ. പക്ഷെ മറ്റേത് ലിക്വിഡ് ഫയർ. ഞാൻ കർത്താവ് ഇതെന്തോ കേൾക്കുന്നു. പണ്ട് ലാവ പൊട്ടിത്തെറിച്ച്, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ലാവ ഒഴുകി നമുക്ക് കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ ലിക്വിഡ് ഫയർ ഉണ്ട്. അന്യഭാഷ ഒന്ന് കേൾക്കണം മക്കളെ. എവിടാന്നറിയാം? അത് ബാംഗ്ലൂരിൽ. അത് എവിടാന്നറിയാമോ? ഇലക്ട്രോണിക് സിറ്റിയിൽ. അതിന്റെ നിയർ ബൈ പട്ടണത്തിലുണ്ട് സാധാരണ സ്ഥലം. ലിക്വിഡ് ഫയറാണ്. നമുക്ക് ലിക്വിഡ് ഫയറിന്റെ ആവശ്യമുണ്ടോ? LPG തന്നെ ലിക്വിഡ് ഫയർ അല്ലയോ? ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ലയോ? ഈ സാധനം ഒന്ന് പൊട്ടിച്ചു നോക്കി അതിനകത്ത് സാധനം ക്രീമാ അല്ലയോ? വെള്ളം വാതകമാണ്, ദ്രാവകം. അത് വാതകമായിട്ട് വരുമല്ലോ. ഞാൻ പറയാൻ വരുന്നത്, ഇതൊക്കെ കണ്ട് നമ്മൾ അതിന്റെ പുറകിലൊന്നും പോകരുതെന്ന്. അവിടെ പോയി ഇരിക്കരുത്. നീ ഹാലലിയ. നമ്മുടെ ഒരു കുഴപ്പമുണ്ട്, ഈ ഹിന്ദുക്കളൊക്കെ പൂജാമുറി ഉണ്ടാക്കും അല്ലേ? നമ്മൾ പ്രയർ റൂം ഉണ്ടാക്കുക ഇല്ല. 3 ബെഡ്റൂമിന് 3 അറ്റാച്ച്ഡ് ഉണ്ടാക്കും. ഒരു ഹോളും ഉണ്ടാക്കും അല്ലയോ? ഒരു പ്രയർ റൂം നമുക്കില്ല. നമ്മുടെ പരിപാടിയിലേ അതില്ല. ഈ പായയുടെ അകലത്തിലെ ഒരു പ്രയർ റൂം വെച്ചാൽ എന്താ കുഴപ്പം? അതൊരു പവർ റൂം ആവണം. നീ പ്രാർത്ഥിച്ചിറങ്ങുമ്പോ പിന്നെ പെണ്ണുപിള്ളേർ ഇറങ്ങി ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ രണ്ടുപേരും വെളിക്കുമ്പോ പിള്ളേർ കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, നീ അല്ലെങ്കിൽ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ തമ്പുരാന്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കണം. പിന്നെ എപ്പോഴാ സീതിരി കാണാനുള്ള സമയം ഇല്ല. ഇവിടെ നമ്മളൊക്കെ വരുന്നത് കാര്യങ്ങൾ പിന്നെ എൻ്റെ സവാലൊന്നും എന്തൊക്കെ. പിന്നെ 7 മണിക്കാ പ്രാർത്ഥന. അവന പ്രാർത്ഥന എപ്പോൾ കഴിഞ്ഞു സിസ്റ്ററെ? അത് 7 മണി. 7 മണി കഴിഞ്ഞ് ഓരം ചേർന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു സീരിയലൊക്കെ കാണും പാസ്. അതൊരു 10 മണി വരെയൊക്കെ കാണും. ഞങ്ങൾ അതിനോട്ടകം പോയി എടുത്ത് കഴിച്ച് ഞങ്ങൾ 10:30 ആകുമ്പോൾ ഉറങ്ങും. പിന്നെ ഒരു 7:30 ആകുമ്പോഴേ എഴുന്നേക്കും. ഇതൊക്കെ സിസ്റ്റം. ഇതാ കർത്താവ് പറഞ്ഞ്, ഞാൻ ഇന്ന് പറയുന്ന ഈ വചനങ്ങൾ എന്ത് ചെയ്യണം? നിന്റെ വായിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നിട്ട് അത് നീ എഴുന്നേൽക്കുമ്പോഴും, നീ ഇരിക്കുമ്പോഴും, വഴി നടക്കുമ്പോഴും, കിടക്കുമ്പോഴും ആരോട് പറഞ്ഞു കൊടുക്കണം? നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ എഴുന്നേൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു. അപ്പൊ ഈ സമയം കഴിഞ്ഞ് വേറെ സമയമുണ്ടോ സീരിയൽ കാണാൻ? നമ്മൾ സമയം ഉണ്ടാക്കി കാണുന്ന. പക്ഷെ പ്രാർത്ഥിക്കാൻ ഒരു പായേലും ഉണ്ട്. ഇവിടെ ഇപ്പൊ സഭയിൽ ഒരു 4-5 പായുണ്ട്. പക്ഷെ എനിക്ക് കരയാൻ ഒരു റൂം ഞാൻ പണിതില്ല. സോറി കർത്താവേ. ഒരു നല്ല മെത്തപ്പ വാങ്ങിച്ച് അതിൽ പ്രാർത്ഥന. അതിനകത്ത് ഓണം വരുമ്പോൾ മുളകും നല്ലൊന്നും ഉണക്കും, മഞ്ഞളൊന്നും അവിടെ ഇരിക്കാൻ. അതുകൊണ്ട് ഈ പായിട്ട് കണ്ണീരോടൊന്ന് പ്രാർത്ഥിക്കണം. എന്നും ഞാൻ വേണേ തറയിലിരിക്കാം. പിന്നെ ഒരു പിടിച്ചൊന്ന് എഴുന്നേപ്പിക്കുന്നു. തറയിലിരുന്ന് പ്രാർത്ഥിച്ചാലേ കണ്ണീരും അതിൻ്റെ ഒരു തൃപ്തി വരുത്തുള്ളൂ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. പിന്നെ കുട്ടിൻ്റെ വേദനയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിലും നമുക്ക് ഭവിക്കുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണെങ്കിൽ സഭ മൊത്തം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. എന്താ അറിയാമോ? നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ച് കണക്ക് ബോധിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും സേവിച്ചാൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി നമുക്ക് കാണാൻ കഴിയും. അവസാനമായിട്ട് നമ്മുടെ കണ്ണുകൾ അടഞ്ഞു കഴിഞ്ഞാണ് ചെവി അടയുന്നത് കേട്ടോ. മരിക്കുമ്പോഴേ കണ്ണ് അടച്ചു കഴിയുമ്പോൾ പിന്നെ ചെവി അടയത്തുള്ളൂ. നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാൽ പറഞ്ഞു. അപ്പം എന്താണെന്നറിയാമോ? കണ്ണ് അടച്ചു കഴിഞ്ഞ് നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ, നല്ലവരും വിശ്വസ്തരായ ദാസിയെ എന്ന് നമ്മുടെ ചെവി കേട്ടോണ്ടാണ് നമുക്ക്. ശുശ്രൂഷ കഴിഞ്ഞല്ലോ, പൂർണ്ണ വാർദ്ധക്യമായല്ലോ, തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ അടുക്കി വെച്ചല്ലോ.
കുഞ്ഞുങ്ങൾ എടുത്ത് കല്ലറയിലേക്ക് പോകുമ്പോൾ ആ ശരീരത്തിന്റെ ചൂട് മാറുന്നതിന് മുൻപ് അത് കണ്ണടച്ച ഉടനെ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, അത് മറ്റാർക്കും കേൾക്കാൻ പറ്റില്ല. നമ്മളോട് ചാഞ്ഞു നിന്ന നാം ചാഞ്ഞു ആ കർത്താവ് എന്ന് പറയും, നല്ലവനും വിശ്വസ്തയുമായ ദാസിയെ, നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ. അതുകൊണ്ട് അവർ പറയുന്നത്, ഞാൻ നല്ല ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു. വിശ്വാസം എന്ന് പറയുന്ന പുസ്തകം, കാക്കപ്പെട്ട വിശ്വാസം പുസ്തകം. ഓട്ടമോടി ഹാലലുയ്യ, പരിഹാസം എഴുതിപ്പെട്ടി ഇരുന്നില്ല, അവിടെ നിന്നില്ല, അവരോട് കൂടെ ഹാലലുയ്യ എന്നാ പറയുന്നത്, ക്രിസ്തുമാരുടെ ആലോചന പ്രകാരം നടക്കാതെയും നിൽക്കാതെയും പരിഹാസം നടക്കാതെയും നിൽക്കാതെയും അല്ലെ. ആദ്യം സ്റ്റേജ് അതൊരു പ്രോസസ്സാണ് കേട്ടോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുക. നടന്നിട്ട് പിന്നെ എന്താ പറയുക, പാപികളുടെ വഴി കണ്ടപ്പോൾ അവിടെ നിൽക്കുക. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നപ്പം നിന്ന് കഴിയുമ്പോൾ പിന്നെ പരിഹാസം തുടങ്ങി. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക. മാനമലേക്ക് നടന്നു പോയവനാണ് അവൻ. ദുഷ്പ്രവർത്തിക്കാരുടെ ആലോചന കേൾക്കാൻ അവിടെ പിന്നെ നടന്നു നിന്നു ഇരുന്നു പോച്ച്. അവന് പറയും പോച്ച്, എല്ലാ അമ്മയെ പോച്ച്. എന്താണെന്നറിയാമോ, നീ നടക്കേണ്ടുന്ന പാത നിനക്ക് കാണിച്ചു തരും. പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. നീ ഹാലലുയ്യ. നമ്മൾ പേഴ്സണായിട്ട് നമ്മൾ ജയിക്കണം കേട്ടോ. കഷ്ടത വന്നോട്ടെ, പക്ഷെ ജയിക്കണം, തോൽവിയില്ലാതെ. പ്രിയ അച്ചാന്റെ പേരെന്തുവാ? സദാശിവൻ അച്ചായ. ആ അച്ചാന് തോൽവിയില്ല, എന്നാൽ കഷ്ടതയുണ്ട്. കഷ്ടതയിലൂടെ വേണം നമ്മൾ ആ കിരീടം പ്രാപിക്കുക. കഷ്ടത സഹിഷ്ണുതയും എനിക്ക് പ്രതീക്ഷയും പ്രത്യാശ ഉണ്ടാവണമെങ്കിൽ എനിക്ക് കഷ്ടതയെ തോന്നണം. എനിക്കത് പറ്റില്ല. എനിക്ക് പിള്ളേരെല്ലാം പറയുന്നതെന്ന് പറയുമ്പോൾ താങ്കളുടെ വേലയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറയും. പക്ഷേ വേലയ്ക്ക് ഇറങ്ങാൻ അപ്പം അങ്ങനെപ്പെട്ട വളരെ കണ്ടതാണ്. എനിക്കൊരു അത്ഭുതമാണ് ശൈലിയെയും ബിജുനെയൊക്കെ ഓർക്കുന്നു. അപ്പം ഇത്രയും പാടുപെട്ടിട്ട് കർത്താവിന് വേലയ്ക്ക് വേണ്ടി ചുമ കൊടുത്തല്ല. കർത്താവിൻ്റെ ഒരു കൃപയും വിളിയും തെരഞ്ഞെടുക്കും. ശുശ്രൂഷയില്ല നമുക്കുള്ളത്. എനിക്ക് സംഭവിച്ചതൊക്കെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമാവിന്റെ സഹായവും എന്റെ പ്രതീക്ഷയും എന്റെ പ്രത്യാശയും. ദൈവത്തിന്റെ മക്കളെ, സഭയുടെ പ്രാർത്ഥനയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉയരത്തിൽ നിന്നുള്ള സഹായത്തോ അത് പ്രാപിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ധ്യാനിക്കുകയാണ്. വേണ്ടി എന്റെ സുവിശേഷത്തിന് വേണ്ടി ലജ്ജിക്കാതെ സുവിശേഷത്തിന്റെ സാക്ഷിയായി അവസാനം പാസ്റ്ററാണെങ്കിലും ദൈവത്തോട് പറയുന്നുണ്ട് പൗലോസ്, നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ്. ഈ മൊബൈലിലുള്ള 250 കോൺടാക്ട്സിനോട് നിങ്ങൾക്ക് ഒരു പ്രവൃത്തിയുണ്ട്. എങ്ങനെയെങ്കിലും സുവിശേഷം എത്തിക്കണം. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ, അവർ വിശ്വാസികളാണെങ്കിൽ ഭയപ്പെടാതെ അധൈര്യപ്പെടാതെ അവരെ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഒരു മെമ്പർഷിപ്പ് നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങളാൽ ആവോളം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങൾ പോയതറിയാം. പ്രൈസ് ദി ലോർഡ്, വെല്ലുവിളി ചർച്ച് ഇന്ന് ആ മഹത്വത്തോടെ നിൽക്കുന്നത് ഒരൊറ്റ പെങ്കൊച്ച് അവളുടെ റൂമിൽ കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 8, 10, 15, 20 പേര് വന്നപ്പം അവൾ കോട്ടയത്തിലെ ഏച്ചിയിലെ പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞു, അങ്ങളെ പാസ്റ്ററുകളെ ഇങ്ങനെ ഒരു കൂട്ടാക്കിയിട്ട് ഇവിടേക്ക് ആരെങ്കിലും ഒരാളെ വിടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഒരു കുടുംബത്തെ അങ്ങോട്ട് വിട്ടു. അവരിന്ന് 2 പേരും വിട്ടിലേക്കാണ്. ആ ചർച്ച മനോഹരമായി ഡി മോഹൻ സാറിന്റെ കീഴിൽ നല്ലപോലെ പൊയ്ക്കൊണ്ടിരുന്നത് ഒറ്റ വെച്ച്. ദ്വിതീയയുടെ ഹൃദയം തുറന്നപ്പോൾ അവളുടെ വീട് അത് തുറന്നു. DGPയുടെ രക്ഷ വന്നപ്പോൾ കൈസറിന്റെ അരമനയിൽ സഹോദരൻ ലുഡിയ ജോലിയൊക്കെ കഴിഞ്ഞ് ആ കച്ചവടം പർപ്പിളിന്റെ കച്ചവടം കഴിഞ്ഞ് തിരിച്ചുപോയി. അവളുടെ വീടെവിടെ? തുയത്തൈല പട്ടണക്കാരി. ആ 3ാമത്തെ സഭയ്ക്ക് ദൂരെ എഴുതുമ്പം തുയത്തൈല സഭയിലേക്ക് ആദ്യത്തെ അല്ലേ. അവള് പോയി അവളുടെ ദേശത്തൊരു സഭ ആരംഭിച്ചു. അവളുടെ വീട്ടിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിൽ മാത്രമല്ല, കർത്താവ് അവളുടെ ദേശം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ ജോലിയോടുകൂടെ ബിസിനസ്സോടുകൂടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാം. ഞങ്ങളെപ്പോലെ 24 മണിക്കൂർ കർത്താവിന് വേണ്ടി മാത്രം നിൽക്കുന്ന വിശുദ്ധന്മാരായി ഞങ്ങൾ തീരണം. വിശുദ്ധന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നില്ല, എന്നാൽ വിശുദ്ധന്മാരായി അവൻ്റെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് അധികം തേജസ്സേവർക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമാവിന്റെ സഹായവും എൻ്റെ പ്രതീക്ഷയുടെ പ്രാർത്ഥനയും എൻ്റെ പ്രത്യാശയും ഉണ്ടാകണം. അപ്പം സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, പരിശുദ്ധമായ ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് ഉത്തരവാദിത്തം. നമ്മൾക്ക് ഭവിക്കുന്നതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ വൈഫുണ്ട്. ഞങ്ങളവിടെ ചെറിയ ടൗണിൽ വേല ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും കാണാം.